നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. വിധോണ എന്തൊക്കെ സുഖങ്ങള് തന്നെ? സുഖങ്ങള് എന്നാണ്ട് ബക്ര ചേട്ടാ? ഓ എന്നാ ഉണ്ട് ഒന്നുമില്ല പോകുന്നല്ലേ? പിന്നല്ലാതെ നമുക്ക് അങ്ങ് പഠിച്ചാലോ? പഠിക്കാലോ. അതെ, അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞോ? ഞാൻ ഈ ഇടയ്ക്കൊന്ന് റോത്തിനെ വിളിച്ചപ്പോ റോത്ത് പറഞ്ഞ നല്ല അസല് ബിരിയാണി അവിടെ ഉണ്ടെന്ന്. ഞാനല്ലോ വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ആരും ഉണ്ടാക്കിയ ബിരിയാണിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈടാ ഈ ബിരിയാണി എന്ന് പറയുമ്പോ ഏറ്റവും നല്ലത് എവിടെയാണ്? അല്ല ഈ കൊച്ചിന് എന്തോ പറ്റിയോ? നല്ലൊരു കൊച്ചായിരുന്നു, എന്തോ ഒരു ചെറിയൊരു ഞാനിങ്ങനെ പുതിയ വേൾഡ് റെക്കോർഡിലേക്ക് പോവാൻ ഒരു പ്ലാൻ. എന്താ? 1 മിനിറ്റ് കൊണ്ട് 60 സെക്കൻഡിൽ കേരളത്തിന് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ സ്ലാങ് പിടിച്ചു പോവാൻ. ഓ മനസ്സിലായി. പക്ഷേ കൊള്ളൂല്ലേ? എനിക്ക് തോന്നുന്നത് പല ഭാഷയിൽ തെറി വരാൻ സാധ്യതയുണ്ട്, പല ഭാഷയിൽ. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നീ കന്നഡ കൊത്തു? കൊത്തില്ല. കന്നഡ മാട്ട. ഇതുവരെ പറഞ്ഞത് മാട്ടയാണോ? അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. എനിക്ക് പലപ്പോഴും മാറി മാറി വരാറുണ്ട്. ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ പ്യോർലി ആ ട്രിവാൻഡ്രം കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് കിട്ടും. കോട്ടയം സ്ലാങ് ആണ് കുറച്ചും കൂടി ഇങ്ങനെ മേർജ് ചെയ്ത് നിൽക്കുന്നത്. വീട് കോട്ടയമാണ്. എനിക്ക് നമ്മൾ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം സിനിമയിലൊന്നും ചെയ്തിട്ടുള്ള ആളല്ല, ഡിവോഷൻസ് സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ചെന്നൈയിലാണ് അദ്ദേഹം. 25-30 വർഷമായിട്ട് ആ സമയത്ത് ചെന്നൈയിൽ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അദ്ദേഹം വരുന്നു. അപ്പോൾ ഒരു ഫോൺ അവിടെ ലാൻഡ് ലൈൻ അടിക്കുകയാണ്. അദ്ദേഹം ഫോണിന്റെ അടുത്ത് പോകുന്നു, എടുക്കുന്നു. ഞാനപ്പോ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, പുള്ളി ഏത് നാട്ടുകാരനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചെന്നൈയിൽ തമിഴ് പറയുക, ഹലോ നീങ്ക എങ്ക പോരുന്നീങ്ക നാങ്ക വരലിയേ. അപ്പൊ എനിക്ക് മനസ്സിലായി. വെച്ചോടെ ഞാൻ സാറ് കൊച്ചിയാണ്. നിനക്ക് മനസ്സിലായി? അപ്പൊ അതാണ്, എവിടെ ഏത് നാട്ടിൽ എപ്പോ പോയാലും എനിക്കൊന്ന് പ്രത്യേകിച്ച് തൃശ്ശൂര് ഭാഷകളൊന്നും ഒരിക്കലും മാറില്ല. അവരുടെ അങ്ങനത്തെ വാക്കുകൾ പറയുന്നതിന്റെ മീറ്ററിൽ അങ്ങനെ അടുക്കി തന്നെ വെക്കുവര്. ശരിക്കും ചേട്ടന്, അതായത് വിധു ചേട്ടന് ഏത് ഭാഷയാണ്, ഐ മീൻ മലയാളം അങ്ങനെയല്ല പറഞ്ഞ, ഏത് സ്ലാങ് ആണ് കൂടുതലും വരിക? തിരുവനന്തപുരം. ഞാൻ പഠിച്ചതും വളർന്നൊക്കെ. എന്റെ ഫാദറിന്റെ സ്ഥലം തൃശ്ശൂരാണ്. അച്ഛനിപ്പോ വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണെങ്കിലും അച്ഛന്റെ തൃശ്ശൂർ ഭാഷ മാറിയിട്ടില്ല. പക്ഷെ അമ്മയുടെ ഭാഷ കുറച്ചൊന്ന് തൃശ്ശൂരായി. അമ്മ തൃശ്ശൂർ പോകുമ്പോ അമ്മ കറക്റ്റ് തൃശ്ശൂർ ഭാഷ പറയും. പക്ഷെ എനിക്കെന്തോ മാറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ട്രിവാൻഡ്രം തന്നെയാണ് എപ്പോഴും എനിക്ക്. പൊതുവെ എനിക്കൊന്നും കോട്ടയം ഭാഷ തന്നെയാണോ? അല്ല, ഞാനിവിടെ സംസാരിച്ചിട്ട് എന്താ തോന്നുന്നു, ഇത്രയും എപ്പിസോഡുകൾ സംസാരിച്ചു. ഒരു കോട്ടയംകാരനോ കോട്ടയംകാരിയോ അല്ലെങ്കിൽ കോട്ടയം നാട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മള് നോർമലി അതിലേക്ക് ഇതായി പോകും. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ലാങ് ആയിട്ടില്ല. അങ്ങനെ ഒരു സ്ലാങ് പിടിക്കാറില്ല. കോട്ടയമാണ് എന്റെ പൊന്നു മോളെ, അടിപൊളി. നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളാച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളാച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. തിരുവനന്തപുരമാണ് പൊളപ്പൻ, തിരുവനന്തപുരം തന്നെ നെരിപ്പ്. അത് കലക്കും. പക്ഷേ എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഈ ഭാഷ എഴുതി വെച്ചേക്കുന്നത്? അതെനിക്ക് മനസ്സിലായി. അച്ചായം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അച്ചായം പറഞ്ഞ ഉടനെ അങ്ങ് സെറ്റായി. എന്നാ നിങ്ങൾ എന്താ കണ്ണും വിളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ തണ്ടിക്കാരനാവി അങ്ങോട്ട്. ഇത് എവിടുന്ന് കിട്ടി? അങ്ങനല്ല പറഞ്ഞു, എന്റെ തണ്ടിക്കാരനാവാനെന്ന് പറഞ്ഞാൽ എന്റെ വശം ചേരാനാണ് പറഞ്ഞത്. തിരുവനന്തപുരംകാരൻ അത് കേട്ട ആ കേക്ക്, ആ ഭാഷ കേക്ക് എന്തൊരു മധുരമാണ്. മധുരവാ. അപ്പുറം ഇരിക്കുന്ന ഈ അപ്പുറം ഇരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, കോട്ടയംകാരനാ. പക്ഷെ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കോട്ടയംകാരുടെ സംസ്കാരം അതാണ്. കേട്ടിട്ട് മനസ്സിൽ ധ്യാനിച്ച് വിറുപുറത്തിങ്ങിരിക്കും. പക്ഷെ അവർ ഇങ്ങനെ അള്ളിപ്പിടിക്കത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അച്ചായന്മാർ 2 അടിച്ചാൽ എല്ലാം പറയും. കോട്ടയത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാണ്. ഇവർക്ക് ഫാ വഴങ്ങൂല. ഭാര്യ, ഭർത്താവ്, ഭഗീരഥ, ഭരണി. അതല്ല, അത് അച്ചായന്റെ ഫ്രണ്ടിലെ പല്ല് പോയോണ്ടാ. ഞാനിപ്പോ പറഞ്ഞപ്പോ എന്റെ പല്ലിന്റെ കൂടെ ചെറിയൊരു ഗ്യാപ്പ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പല്ലി അത് ഞാനൊക്കെ പറയുമ്പോഴുള്ളൂ, എല്ലാവരും അങ്ങനെ പറയത്തൊന്നുമില്ല. ഈ തിരുവനന്തപുരംകാർ ഇവള് ഇവിടെ കിടന്ന് വളവള വർത്താനം പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ചോദിക്കാം, തിരുവനന്തപുരത്തുകാര് എത്ര പേര് മാന്യമായിട്ട് മലയാളം പറയുന്നവരുണ്ട്? എന്നെ തല്ലേ ഫുള്ളേ കില്ലേ എന്ന് പറയുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനല്ലെന്ന്. ഇപ്പൊ അണ്ണൻ തിരുവനന്തപുരംകാരൻ, അണ്ണൻ മര്യാദയ്ക്ക് തന്നെ വർത്താനം പറയണമെന്ന് എനിക്കറിയാം. അണ്ണ പല സ്ഥലത്തും പലരും പലതുപോലെ വർത്താനം പറയും. ഞാൻ അവരെ കാര്യം തന്നെ നോക്കണത്, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ സംസാരിക്കും. നീ എങ്ങനെ സംസാരിച്ചാലും കൊള്ളാം. നമ്മുടെ കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷര നഗരിയാ. അക്ഷര നഗരി. ഇവർക്ക് പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു, അണ്ണാ അറിയാമോ? അദ്ദേഹം പ്രസംഗിക്കണ കണ്ടിട്ടുണ്ട്. മികച്ച നടി നസ്രിയ നസീം, മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. അദ്ദേഹം കണ്ണാടി എടുക്കാൻ മറന്നു, അതുകൊണ്ട് പറ്റിപ്പോയി. അങ്ങനെ പറയുവാണെങ്കിൽ
എടീ കുഞ്ഞേ, എന്താ? അങ്ങനെയാണ് ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. അത് ആദ്യം നിങ്ങൾ കേക്കി. നിങ്ങൾക്ക് എന്തൊരു വന്നാലും നിങ്ങൾ അങ്ങ് തലസ്ഥാനത്തോട്ട് വരണം. സെക്രട്ടറിയേറ്റ് അവിടെ, നിയമസഭ അവിടെ. പറഞ്ഞു നിങ്ങൾ എന്തൊരു കൊടുക്ക്. ചെയ്യും? എന്തിരി ചെയ്യും? ഈ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരംകാർ മാത്രമല്ല, കോട്ടയം ജില്ലക്കാരും അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട്. കോട്ടയം ജില്ലക്കാർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് സംസാരിച്ചുണ്ടാക്കിയെടുത്ത വികസനമാണ് കോട്ടയം ജില്ലക്കുള്ളത്. നിങ്ങൾ അവരെ വികസനം കണ്ടിട്ടുണ്ട്? അവിടെ ചെന്ന് കോട്ടയം ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ട് നോക്കണം, കമ്പി വളച്ചൊരു വട്ടം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്താണ് പടവലം പടത്തി അത് നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അല്ല, അത് പടവലം വരുത്താനൊന്നും അല്ല. ഈ അത് 8ാമത്തെ അത്ഭുതമാണ്. അത് തന്നെയുമല്ല, ആകാശപാത ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് ഞങ്ങൾ 2 വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ നടത്തിയിരിക്കും. അച്ചായ, ഞാൻ ഇന്നലെ കൂടെ കണ്ട് ഒരു 10-60 ടൂറിസ്റ്റുകൾ അത് നോക്കുന്നുണ്ട്. വാവ് എന്ന് പറയുന്നു. അതാണ് കോട്ടയം. ഇതുവരെ ഒരു സ്ഥലത്തും കാണാത്ത അടിപൊളി ആ മേളിലിരിക്കുന്ന കാഴ്ച. അത് തന്നെയുമല്ലടി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയിട്ടാണ് വിദേശത്ത് പോയി സമ്പന്നതയിൽ ഇങ്ങോട്ട് കോട്ടയം. വിദേശം എന്ന് പറഞ്ഞപ്പോ ഈ ഏറ്റവും കൂടുതൽ വിദേശികള് ആദ്യം പറഞ്ഞത് എവിടെയാ? തിരുവനന്തപുരത്ത് കോവളത്ത്. അത് എങ്ങനെ പറഞ്ഞത്? തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി. കോട്ടയത്തിനുണ്ടോ എയർപോർട്ട്? എയർപോർട്ട് അല്ലെന്നാ, ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ ഇറങ്ങിയിട്ടാണ് കോവളത്ത് പോണത്. ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് യാത്രാക്ഷീണം കഴിഞ്ഞ് നേരെ കയറി വരുന്നത് എങ്ങോട്ടാ? ഞങ്ങളുടെ കുമരകത്ത് ബോട്ടിലങ്ങ് വന്ന് കയറി ഒരു കുപ്പി നാടൻ തെങ്ങും കരിമീനും ആഹാര വിഭവങ്ങളുടെ ഒരു കോട്ടയാണ്. ആഹാരം എന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട്. ഇവരെ നാട്ടിലുണ്ടല്ല, പെട്രോളിന് സ്വർണത്തിനും വില കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും കുലുങ്ങൂല. പക്ഷെ പോത്തിന് വില കൂടിയെന്ന് പറഞ്ഞാൽ ഇവർ നെഞ്ചിലടിച്ച് ചാവും. എന്തിനാ? പോത്തിന്. പോത്തല്ല, പോത്ത്. പോത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിന്നല്ല, ഞങ്ങൾ അവിടെ പോത്തിറച്ചി മേടിക്കും. എല്ലാ ഞായറാഴ്ചയും മേടിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പോത്തിറച്ചി ഇങ്ങനെ സ്ലൈസ് ആയിട്ട് വെട്ടി അരിഞ്ഞിട്ട് കുരുമുളകും കൂടി ഇട്ട് നമുക്ക് ഇങ്ങനെ ഒരു മസാലയൊക്കെ ആക്കിയിട്ട് ഗ്യാസ് അടുപ്പി വെക്കരുത്, വിറകടുപ്പി വെക്കണം. വിറകടുപ്പിൽ അങ്ങ് വെച്ചിട്ട് ഈ ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഉരുളിയാക്കാം നമുക്ക്. ഉരുളിക്കാക്കി അത് ഉരുളിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചേക്ക്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടെ കര 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 ഇട്ടിട്ട് പോത്ത് മസാല, വീട്ടിലുണ്ടാക്കിയ മസാലയുണ്ട്. ഇതങ്ങോട്ട് വാരി ഇട്ടിട്ട് ഈ പോത്തിറച്ചിയും വെച്ച് ഒരു മിനിറ്റ്, ഒരു ഗരം മസാല ഒന്നിട്ടോട്ടെ. ഇഷ്ടമോളെ അടച്ചു വെച്ചു. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പയ്യെ ഒന്ന് തുറന്നു നോക്കുക. ആഹാ, തിളച്ചു പൊങ്ങി അങ്ങ് ചാറിട്ട് അലുവ കഷ്ണം പോലെ ഇങ്ങനെ അങ്ങ് പൊങ്ങി വരും. അപ്പൊ ഒരു കഷ്ണം അങ്ങ് എടുക്കുക, തേങ്ങാക്കൊത്ത് കൂട്ടിയിട്ട് കറിവേപ്പില എടുത്തു, എന്നിട്ട് ഇച്ചിരി കപ്പയും കൂടെ എടുത്തിട്ട് ചോറ് വേണോ? ചോറ് വേണ്ടടി കുഞ്ഞ്, ഇത് തന്നെ മതിയല്ലോ. ഓ, ഇതിങ്ങനെ വായിലോട്ട് കഴിച്ചോ. എന്താ എങ്ങനെയുണ്ടടി കുഞ്ഞെ? അന്നം കുളപ്പം തന്നെ. ആ, അടിപൊളിയായല്ലേ? അങ്ങനെയല്ല, തിരുവനന്തപുരത്തിനും ഉണ്ടല്ലോ എന്നാ പറയേ. നമ്മള് രാവിലെ എണീറ്റ് ഒരു ചായക്കടയിൽ ചെന്ന് ഒരു ഇലയില് 2 ചൂടുള്ള ദോശ, അതിൽ ഇത്തിരി ചമ്മന്തി കറി, അതെ, എന്നിട്ട് പപ്പടവും വെക്കണം. ആ രസവടയും കൂടെ എടുത്ത് വെച്ച് അതിങ്ങനെ എടുത്ത് തിന്നണം. അല്ല അച്ഛാ, അത് നല്ല ഉഗ്ര സാധനം കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് പോക്കോട്ടെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നെ മനുഷ്യ, നിങ്ങൾ എന്നും ഈ വയറും വീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളെക്കാട്ടിലും വലിയ വയറായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഗ്യാസ് അല്ലേ എന്റെ പൊന്നെന്നാ നിങ്ങൾ കിടന്ന് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഇത് നിങ്ങൾ പൊളി. എടി, ഞാൻ അങ്ങനെ പൊളിയത്തൊന്നുമില്ല ചേട്ടായി. ഞാൻ ഇനി അവസാനത്തെ തുറുപ്പൂല ഇടാൻ പോവാ, പൊളിക്കാൻ പോവാ. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ, മലയാള സിനിമയുടെ ടർബോ. ടർബോ എവിടുത്തുകാരനാണോ? കോട്ടയംകാരനാണ്, ചെമ്പുകാരനാണ്. ചെമ്പിലാണ് മമ്മൂട്ടി ജനിച്ചത്. എനിക്ക് പറയാണ്ട് നമ്മുടെ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടൻ എവിടെ? ലാലേട്ടൻ ജനിച്ചത് പത്തനംതിട്ടയിലാണ്. അവകാശമില്ല. അതെ, അല്ല, പത്തനംതിട്ട ജനിച്ചെങ്കിലും താമസിച്ചെന്നറിയാമോ? മുടവമ്പോലുള്ള വീട്ടിലാണ് അങ്ങനെ കളിച്ച് വളർന്നത്. മാത്രമല്ല, അങ്ങ് MG കോളേജിൽ പഠിച്ച് എന്റെ അണ്ണന്റെ അടുത്ത് ചോദിക്കണം. തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയും ചാലയും എല്ലാം എന്റെ അണ്ണൻ അറിയാം. നീ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞു, മോഹൻലാലിനെ പറഞ്ഞു അങ്ങനെ കാടുകാരണ്ട. ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മിമിക്രിക്കാര് വളർന്നു വന്നിരിക്കുന്ന എവിടുത്തുകാരാ? കോട്ടയംകാരാണ്. കോട്ടയം നസീർ, ഷാജോൻ കലാഭവൻ, സംക്രാന്തി നസീർ, പിന്നെ പ്രചോദ് കലാഭവൻ, എന്തിനേറെ പറയുന്നു കോട്ടയം സോമരാജ് വരെ ഞങ്ങളുടെ നാട്ടുകാരാ. ഇതുവണ്ണ നമ്മളെ തിരുവനന്തപുരത്തിന്റെ മിമിക്രിക്കാരെ പറ്റി പറയണെങ്കിൽ ഒരാളെ പറഞ്ഞാൽ മതി. എന്നാ പറഞ്ഞു എന്റെ സുരായ അണ്ണ
നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ട് നിൽക്കുന്നു എന്റെ അണ്ണൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? എനിക്ക് എന്നാ പറഞ്ഞാൽ ഈ കൊച്ചിന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നമ്മൾ വെറുതെ കോട്ടയക്കാരൊന്നും വഴക്കുണ്ടാക്കിയതാ. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഭാഷയെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അതെ അച്ചായ, ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എവിടെയാണേലും മലയാളികൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതാണ് വേണ്ടത് കേട്ടോ. അവരുടെ ഒരുമ, മലയാള ഭാഷ എന്ന് പറയുന്നത്. ഭാഷ ചേട്ടായി, അതുപോലെ തന്നെ ഈ ലോകത്ത് മലയാളികൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ പറഞ്ഞ കേരളത്തിൽ നിന്നല്ലേ? പിന്നെ അല്ല, മലയാളികള് അതെന്താ? പിന്നെ കേരളത്തിൽ നിന്നല്ലേ? അല്ല, അതാ പറഞ്ഞ കോട്ടയത്ത് നിന്നല്ലേ? അല്ല അച്ചായ, മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കോട്ടയക്കാരല്ലേ? അച്ചായ, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് വരുമ്പോ തോറ്റിട്ട് തുന്നം പാടി വേറെ റൂട്ടിൽ പോവാതെ അച്ചായ പറഞ്ഞു അതായിരുന്നു കൗണ്ടർ. കൈ കൊടുക്ക്. എന്താണ് ഇത്രയും നേരം കിടന്ന് അലച്ചത്? അല്ല, നീ അവിടുന്ന് അങ്ങോട്ട് എന്നെ ചാർജ് ആക്കി വിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ശാന്തമാകുക. അതല്ലല്ലോ അങ്ങനെ സ്പിരിറ്റ് ചില ഇങ്ങനെ ചെറിയാണ്ടൊന്നും പക്ഷെ ചേച്ചി ഉണ്ടല്ലോ, നല്ല ഉഗ്രം പവറായിരുന്നു കേട്ടോ. അല്ല, നമ്മള് തിരുവനന്തപുരംകാര് വിട്ടുകൊടുക്കാം. പിന്നെ അണ്ണന്റെ പേരെന്തര്? എന്റെ പേര് വർക്കിച്ചൻ. വർക്കിച്ചൻ. എന്റെ പേര് ഉഷ. ഉഷ. ഓ, അണ്ണ തിരുവനന്തപുരത്തൊക്കെ വരുവോ? തിരുവനന്തപുരത്ത് വേണം വരും. വരുവോ? അണ്ണ വരം പിന്നെ പാലരാത്തോട്ട് വരണം കേട്ടോ. എന്റെ വീട് അവിടെ. ഓ, എന്റെ വീട്ടിൽ വരണം, എന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ വന്ന അപ്പികൾ കലക്കിയ വെള്ളമൊക്കെ തരാം. അപ്പികൾ കലക്കിയ വെള്ളം എനിക്ക് വേണം, നിന്റെ കെട്ടിയോനെ കൊണ്ട് കൊടുക്കാം. അപ്പി കലക്കിയ വെള്ളം ഞാൻ പറഞ്ഞത് എന്റെ ഭാഷയാണെന്ന്. നിങ്ങൾ എന്തായാലും എന്നെ കളിയാക്കാറില്ല. അപ്പികൾ കലക്കിയ വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സോൾവ് ചെയ്യാം. ഒരു ബ്രേക്ക് പറഞ്ഞാലും കോട്ടയം ഒരു ഇച്ചിരി ഒരു കട്ടയ്ക്ക് മുന്നിൽ നിൽക്കൂലേ? ചേട്ടാ, അതെന്തെന്നറിയാമോ, ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. തിരുവനന്തപുരം ഭാഷയുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതില്ല. കാരണം ഈ അക്ഷരനഗരി എന്നൊക്കെ പറയുന്നത് കോട്ടയമായിട്ട് കേരളം മുഴുവൻ അംഗീകരിച്ചാണ്. പക്ഷെ നമ്മുടെ തലസ്ഥാനം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു എന്താ പറയണ്ട, അതിന്റെ കൾച്ചർ, അതൊക്കെ വേറൊരു വലിയൊരു വ്യത്യാസമാണ്. എക്സ്ക്യൂസ് മീ, ആണല്ലേ? ഇവിടെ എന്താണ് ഒരു ഡിസ്കഷൻ? അല്ല, ഞങ്ങൾ അതേ കുറിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ബ്രേക്ക് പറഞ്ഞില്ലായിരുന്നോ? ഞാനും ബ്രേക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ ഇവിടെ കാൽക്കുലേഷൻ വേറെ. അവിടെ അല്ല, ഇവിടെ ഞങ്ങള് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോവാ. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് തരാം. നിങ്ങൾ ഇവിടെ തമ്മിൽ തല്ലിക്കും. അല്ല, അതായത് ബ്രേക്ക്